ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതൊരു ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ലൈഫ് ഇവൻറ്റ്സുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ ഇത് വിട്ടുകളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഓറക്കിൾ കാർഡ് നോക്കാം. ഓറക്കിൾ കാർഡിൽ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കഫിനാണ്. ഓക്കെ, രണ്ടാമത് കിട്ടിയിരിക്കുന്നത് ദ സ്വോർഡ് ആൻഡ് റോസ് ആണ്. കഫിൻ, സ്വോർഡ് ആൻഡ് റോസ്. മൂന്നാമത് കിട്ടിയിരിക്കുന്നത് ഗേൾ ടോക്ക്. ഓക്കെ, അപ്പോൾ കഫിൻ എന്ന് പറയുമ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് എൻഡായതുപോലെ. ഓക്കെ, നമുക്കിങ്ങനെ എടുക്കാം. ചില നല്ലത് സംഭവിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും എൻഡാവും കാലാകാലങ്ങളിൽ. ഓക്കെ, അപ്പോൾ അതുപോലെ ഒരു എൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് എന്നാണ് എനിക്കിപ്പോൾ ഈ റീഡിങ്ങിൽ, ഓറക്കിൾ റീഡിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. രണ്ടാമത് വന്നിരിക്കുന്നത് സോഡ് ആൻഡ് റോസ് ആണ്. അപ്പം സോഡ് ആൻഡ് റോസ് വരുമ്പോൾ ചില കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. ചിലത് ഒരു ക്ലാരിറ്റിയോട് കൂടി, അല്ലെങ്കിൽ ചില നഗ്ന സത്യങ്ങൾ എന്നൊക്കെ പറയില്ലേ, എന്നിവ നിങ്ങൾക്ക് അറിയാൻ കഴിയും എന്നാണ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ചില ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്, ചില സത്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇവിടെ സ്നേഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട്. റോസ് വന്നിട്ടുണ്ട്. റോസ് എന്ന് പറയുന്നത് ഒരു ലവ്, പാഷൻ, ബ്യൂട്ടി എന്നിവയെക്കുറിച്ചൊക്കെയാണ് റോസ് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ കാണാൻ നല്ല സൗന്ദര്യമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിൻ്റെ സൗന്ദര്യമായിരിക്കും. മനസ്സിൻ്റെ സൗന്ദര്യം നല്ലതുപോലെ ഉള്ളവരായിരിക്കാം. ഓക്കെ, സ്നേഹമുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ സ്വാധീനിക്കുന്നുണ്ട്. ചില തർക്കങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ ബന്ധത്തിൽ ഇതൊരു ടേണിംഗ് പോയിൻ്റാണ്. ഓക്കെ, ചിലരിവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സന്തോഷമായിട്ടിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വൈബ് എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തോ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു എൻഡിങ് വന്നതുപോലെയാണ് എനിക്ക് ഇന്നത്തെ ഓറക്കിൾ കാർഡിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമുക്ക് അടുത്തത് ടാരോട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടാരോട്ടിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ചില മേജർ ട്രാൻസ്ഫോർമേഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നടക്കുന്നുണ്ട്. അതായത് കുറേ മേജർ ആർക്കാന കാർഡ്സ് ഒരുമിച്ച് വന്നിട്ടുണ്ട്. അതായത് ആദ്യം തന്നെ വന്നത് ഡെത്ത് കാർഡാണ്. ഓറക്കിൾ എടുത്തപ്പോഴും ആദ്യം കഫിൻ വന്നു. ടാരോട്ട് എടുത്തപ്പം ആദ്യം തന്നെ ഡെത്ത് കാർഡ് വന്നു. അപ്പോൾ ഡബിൾ കൺഫർമേഷനാണ്. സംതിങ് ഹാപ്പൻഡ് ഇൻ യുവർ റിലേഷൻഷിപ്പ്. ഒരു ബ്രേക്ക് വന്നതുപോലെ, അല്ലെങ്കിൽ എൻഡായതുപോലെയൊക്കെ തോന്നുന്നു. അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ജീവിതത്തിൽ നമ്മൾ പല കാലഘട്ടത്തിലും പലരും നമ്മുടെ അടുത്തുനിന്ന് പോകും. ഓക്കെ, ഒരുപാട് ആൾക്കാർ വരും, ചിലർ പോകും, ചിലർ വരും. ഒരു ജീവിതത്തിൻ്റെ ഒരു സമയമാകുമ്പോഴത്തേക്കും പലരും നമ്മളെ വിട്ട് പിരിഞ്ഞു പോകും. ഓക്കെ, പുതിയ ആൾക്കാർ വരും. അപ്പോൾ അതിലൊന്നും നമ്മൾ ഒരുപാടങ്ങ് വിഷമിച്ച് തകർന്ന് കപ്പൽ തകരും പോലെയൊക്കെ തകർന്നു പോകേണ്ട ഒരു കാര്യമില്ല. ജീവിതം അങ്ങനെയാണ്. പുതിയ കാര്യങ്ങൾ കിട്ടും, പഴയ കാര്യങ്ങൾ ചിലപ്പോൾ പോവും. നമ്മളും അങ്ങനെയാണ്. നമ്മളും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളും പോവും. അതിപ്പം ചിലരുടെ ജീവിതത്തിൽ നിന്നായിരിക്കും നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ നിന്നേ പോവും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോകുന്ന ആൾക്കാരെ എല്ലാം സന്തോഷത്തോടെ ടാറ്റ പറഞ്ഞിട്ട് പോകാൻ നമ്മൾ ശീലിക്കണം. ഓക്കെ, അതുപോലെ വരുന്ന ആൾക്കാരെ സ്വീകരിക്കുന്നതിന് മുമ്പ് നേരത്തെയുള്ള നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ വെച്ചിട്ട്
നല്ലതുപോലെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം സ്വീകരിക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഹാർട്ട് പെയിൻ എടുത്തിട്ട് റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ട് പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ അനലൈസ് ചെയ്യുക, എന്തുകൊണ്ട് ഇത് എൻഡായി, എൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും തെറ്റാണോ അതോ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റാണോ എന്നുള്ളതെല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം പുതിയത് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന മേജർ ആർക്കാന കാർഡ്സ് എന്ന് പറയുന്നത് മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്, ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുണ്ട്, ഫൂള് വന്നിട്ടുണ്ട്, ഡെവിള് വന്നിട്ടുണ്ട്, സ്റ്റാർ വന്നിട്ടുണ്ട്. ഇത്രയും മേജർ ആർക്കാന കാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ചേഞ്ച് നടക്കുന്ന സമയമാണ്. ഓക്കെ, ഇവിടെ പ്രോഗ്രസ് കാണാനുണ്ട്, സ്ട്രെസ്സും കാണാനുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബിഗ് ഡിസിഷൻ എടുക്കുന്ന ഒരു സമയമാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതിലെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒരു ആക്ഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ മജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ മാനിഫെസ്റ്റേഷൻ ചെയ്ത് തിരിച്ചെടുക്കാം. അതിനുള്ള പവർ നിങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാമോ എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച് കുളമാക്കും. അങ്ങനെ കുളമാക്കുമെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ അതിന് മുതിരാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഒന്നിനും ഇപ്പോഴത്തെ സമയത്ത് പോകണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ അത്രത്തോളം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ഈ കാര്യത്തിന് നമ്മുടേതായിട്ടുള്ള രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക. മൂന്നാമത് വന്നിരിക്കുന്നത് ഒരു ജഡ്ജ്മെൻറ്റ് കാർഡാണ്. ജഡ്ജ്മെൻ്റ് എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്കൊരു വേക്കപ്പ് കോൾ എന്നാണ് പറയുന്നത്. ഉണരൂ എന്നാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ബന്ധത്തിന് ഒരു ജഡ്ജ്മെൻ്റാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങളുടെ ഈ ബന്ധത്തിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ്, ചില സത്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്, ഇങ്ങനെ സംഭവിക്കാനായിട്ട് അതാണ് ഇതിൻ്റെ ഒരു കാരണം. എന്താണെന്ന് നമുക്ക് അറിയണമെന്നുമില്ല, പക്ഷെ ചില സത്യങ്ങളുണ്ട്. ഓക്കെ, അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുക. ചാടിക്കയറി എന്തെങ്കിലും അരുതാത്ത കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. നമ്മുടെ കൺമുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കണ്ണ് തുറന്ന് കാണുക, മനസ്സ് തുറന്ന് മനസ്സിലാക്കുക. എന്ത് ചെയ്യുന്നതിന് മുന്നേ, ഒരു വാക്കുപോലും പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, ആളിൻ്റെ എനർജി എന്ന് പറയുന്നത് കിങ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. ഒന്നും മിണ്ടുന്നില്ല, ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇപ്പോൾ ഡിറ്റാച്ച്ഡ് ആണ്. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് ഒരു 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു സംഭവം ഇങ്ങനെ സംഭവിച്ചതിൽ ആൾക്ക് നല്ല ഒരു സങ്കടമുണ്ട്, കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്. ആൾ വിചാരിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. ഓക്കെ, ബന്ധം ഈ കാര്യത്തിനെ കുറിച്ച് അനലൈസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് പതുക്കെ മുന്നോട്ട് മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു എനർജിയാണ് എനിക്കിപ്പോൾ ഇതിനകത്ത് കിട്ടിയത് പാർട്ട്ണറിൻ്റെ. പിന്നെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു 6 ഓഫ് സോർട്സിൻ്റെ എനർജി ഉണ്ട്. ഇവിടെ 6 ഓഫ് വോൺസിൻ്റെ എനർജി, സോർട്സ് അല്ല വോൺസ് ആണ്. വോൺസിൻ്റെ എനർജി എന്ന് വെച്ചാൽ നിങ്ങളിത് ഓവർകം ചെയ്യും. ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. മുന്നോട്ട് പോവും, പ്രോഗ്രസ് കാണുന്നുണ്ട്. ഓക്കെ, വളരെ വേഗത്തിൽ മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. മൂവിങ് ഫാസ്റ്റ് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് പ്രോഗ്രസ് ഉണ്ടാകും. പിന്നെ ഒരു ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. അത് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതം ഒരു പുതിയൊരു ദിശയിലേക്ക് വളരെ പെട്ടെന്ന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ചില പുതിയ ഓപ്പർച്യൂണിറ്റീസ്, ചില പുതിയ ആളുകൾ, ചില പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ ചില
കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചില കാര്യങ്ങൾ എൻഡായത് എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലായത്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ വളരെ പോസിറ്റീവായിട്ട് ഇവിടെ ഒരു സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ ഹോപ്പ്, റിന്യൂവൽ, പുതിയ തുടക്കങ്ങൾ, അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല, നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് തന്നെ ജീവിക്കും. ചില ടെംപ്ടേഷൻസ് ഉണ്ട് ഇതിനകത്ത്, ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ചില ടെംപ്ടേഷൻസ് കാണുന്നുണ്ട്. അതായത് ആവശ്യമില്ലാത്ത കുറേ അറ്റാച്ച്മെൻറ്റ്സ്, എക്സ്റ്റേണൽ ഫോഴ്സുമായിട്ട് ചില അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കും ഡെവിൾ വന്നിട്ടുണ്ട്. മറ്റു ചിലരുമായിട്ട് നിങ്ങൾക്കാണോ അതോ നിങ്ങളുടെ പാർട്ട്ണറിനാണോ എന്ന് അറിഞ്ഞുകൂടാ. ചില കാപ്രിക്കോണാണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. ചില അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ആ അറ്റാച്ച്മെൻറ്റിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ ആൾ ഇതിനകത്ത് പവർലെസ് ആണ്, വിക്ടിമൈസ്ഡ് ആണ് എന്നതുപോലെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. ചില അഡിക്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അഡിക്ഷൻസ്, റെസ്ട്രിക്ഷൻസ്, സെക്ഷുവാലിറ്റി, ഇതെല്ലാം മിക്സായിട്ട് വന്നിട്ടുള്ള ഒരു ഡെവിൾ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിനുശേഷം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നയൻ ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നയൻ ഓഫ് സോഡ്സ് എന്ന് വെച്ചാൽ ഇപ്പം പോകുന്നതൊരു, നിങ്ങൾ രണ്ട് ഭാഗത്തും നിങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ ആൻസൈറ്റീസ്, ഓക്കെ, ഉത്കണ്ഠകൾ, വറീസ്, സങ്കടങ്ങൾ, അതുപോലെ രാത്രി ഉറക്കമില്ലാത്തൊരവസ്ഥ, ഉറക്കമില്ലാതെ എഴുതിച്ചിരുന്ന് കരയുന്നൊരവസ്ഥ, ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഡിപ്രഷൻ, ആൻസൈറ്റി, വറി, ഫിയർ, നൈറ്റ്മേഴ്സ്, ചില സ്വപ്നങ്ങളൊക്കെ ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ജെമിനിയാണ് ഇവിടുത്തെ സോഡിയാക് സൈൻ എന്ന് പറയുന്നത്. ആൻസൈറ്റി ലെവലെല്ലാം ഭയങ്കര ഹൈ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാമാവുക. ഓക്കെ, സെൽഫ് കൺട്രോൾ വെച്ചിട്ട് കാമാവുക, കാമാവാൻ മാക്സിമം ശ്രമിക്കുക. വേറെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ വേറെ കാര്യങ്ങൾ ചെയ്യണം. വാക്കിങ്ങിന് പോകാൻ പറ്റുമെങ്കിൽ വാക്കിങ്ങിന് പോകാൻ പറ്റണം. കരയേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, കരയണം, പക്ഷേ ഒരുപാട് അങ്ങ് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഒരുപാട് ലൈഫും ജീവിതങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രോഗ്രസ് തന്നെയാണ് വരുന്നത്. ഈ ഒരു ചിന്തകളിൽ നിന്നെല്ലാം മാറി പുതിയ ചിന്തകളും പുതിയ വഴികളും പുതിയ ഓപ്പർച്യൂണിറ്റീസും പുതിയ ജീവിതവും പുതിയ പുതിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിപ്പുണ്ട്. അപ്പോൾ കരയുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊന്നും കൊണ്ടുപോകാതെ നിങ്ങൾ ശ്രമിക്കുക. കാരണം കരയുന്നത് കൊണ്ടൊരു കാര്യവും ഇല്ല. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. എല്ലാവരും മാക്സിമം പോസിറ്റീവായിട്ടിരിക്കുക, കാമായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.